അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹൈലതി അദ്രിക്നി. ഏറ്റവും സ്നേഹാദരങ്ങളുള്ള പഠിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി സ്വീകാര്യയോഗ്യമാവുന്ന ഇബാദത്തുകൾ നിർവഹിക്കുവാനും അത്തരത്തിൽ ജീവിത വിജയം നേടുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ 13-ാം അധ്യായത്തിലെ ജമാഅത്ത് നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചില അറിവുകളാണ് നാം പങ്കുവെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളോ അവിടുത്തെ പത്നിമാരോ ഒന്നും തന്നെ ജമാഅത്തിന് അല്ലെങ്കിൽ ജുമാഅക്ക് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതായി ഹദീസുകൾ മുഴുവൻ പരതിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങളാണ്, ലിഖിതങ്ങളാണ് നാം അവസാനമായി പറഞ്ഞു വെച്ചത്. അതായത്, ജമാഅത്ത് സ്ത്രീകൾക്കും സുന്നത്തുള്ളതാണ്, ഏറെ പവിത്രമായതാണ്, 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ് എന്നൊക്കെ വരികിലും അതിനുവേണ്ടി വീട് വിട്ട് പുറത്തു പോവുക എന്നത്, പ്രത്യേകിച്ചും ആകെ ഫിത്നയിലായിരിക്കുന്ന ഈ കാലത്ത് നിഷിദ്ധമാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ജമാഅത്തായിട്ട് എങ്ങനെയാണ് നിസ്കരിക്കുക, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സാധാരണഗതിയിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതിന് ജമാഅത്ത് എന്ന് പറയുക. ഒരു മരം കാടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് ജമാഅത്താവില്ല, മിനിമം 2 പേര് വേണം. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയും മകളുമാണ് വീട്ടിലുള്ളതെങ്കിൽ, അമ്മായിമ്മയും മരുമകളുമാണ് വീട്ടിലുള്ളതെങ്കിൽ എല്ലാം ജമാഅത്തായി നിസ്കരിക്കാം. ഈ പ്രതിഫലത്തിനൊരു കുറവും സംഭവിക്കാതെ 27 പദവികൾ പൂർണ്ണമായും ലഭിക്കുന്ന രൂപത്തിൽ തന്നെ ഉമ്മയ്ക്കും മരുമകൾക്കും, ഉമ്മയ്ക്കും മകൾക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും, ജ്യേഷ്ഠത്തിക്കും അനിയത്തിക്കും എല്ലാം 2 പേരാണെങ്കിൽ പോലും നിസ്കരിക്കാം എന്നർത്ഥം. ചിലപ്പോൾ ജമാഅത്താകാൻ അതിന് മാത്രം ആളെവിടെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ എന്നങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ചിലപ്പോൾ നമ്മളങ്ങനെയാണ്, ജമാഅത്താകുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ആളൊക്കെ വേണ്ടേ എന്ന ചിന്ത വേണ്ട. കേവലം 2 പേർ മാത്രമാണ് ജമാഅത്തിൻ്റെ ചുരുങ്ങിയ എണ്ണം. അപ്പോൾ ഒരാളതിൽ ഇമാമ് നിൽക്കണം, മറ്റേയാൾ മഅ്മൂമായും നിൽക്കണം. ഇനി സഹോദരിമാർ, സ്ത്രീകൾ അവരുടെ വീട്ടുകാരായ പുരുഷന്മാരെ തുടർന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം, അതിനും കുഴപ്പമില്ല. അതായത്, മകനും ഉമ്മയും സഹോദരനും സഹോദരിയും ഭർത്താവും ഭാര്യയും എന്നിങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമായും വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അത്തരത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? പുതിയ കാലാണേ, പറയാതിരിക്കാൻ പറ്റില്ല. സ്ത്രീകൾ ഒരിക്കലും ജമാഅത്തിന്, പുരുഷന്മാർ ഒന്നിച്ചുള്ള ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള ജമാഅത്താണെങ്കിൽ
അതിന് പുരുഷനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അതിപ്പോൾ 10 വയസ്സായ ഒരു മകനാണ്, പിന്നെ ഉമ്മയുമാണ്, അല്ലെങ്കിൽ 18 20 വയസ്സുള്ള സഹോദരിയാണ്, 12 13 വയസ്സുള്ള ചെറിയ ആങ്ങളെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും സ്ത്രീയും പുരുഷനുമാണെങ്കിൽ പുരുഷനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, സ്ത്രീ ഇമാമത്ത് നിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഉമ്മയും മകനും വിവാഹബന്ധം ഹറാമായവരാണ്, മഹറമാണ്. മഹറമായ പുരുഷനാണ് മകൻ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പോലും ഉമ്മയും മകനും നിൽക്കുന്നിടത്ത് പോലും ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്? മകനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഏതെങ്കിലും ജാമിദായ ആളുകളൊക്കെ ചിലപ്പോൾ സ്ത്രീകൾക്കും ഇമാമത്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമ്മുടെ കണ്ണിൽ കണ്ടതാണ്, അല്ലെങ്കിൽ നാം അറിഞ്ഞതാണ്. അതൊരിക്കലും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾക്ക് നിരക്കുന്നതല്ല. മറിച്ച് പുരുഷനും സ്ത്രീയും ഒന്നിച്ചുണ്ടാകുമ്പോൾ പുരുഷന്മാരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പോൾ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥം. അങ്ങനെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ മഅ്മൂമായി നിൽക്കുന്ന ആളുകൾ ഞാൻ ഇമാമിനോട് കൂടി തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്യണം. അപ്പോൾ ളുഹർ നിസ്കരിക്കുന്ന ഒരാൾ ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടി ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്നെന്ത് ചെയ്യണം? പ്രത്യേകം കരുതണം. അങ്ങനെ ജമാഅത്തിനെ കരുതി ഇമാമോട് കൂടി തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ, അതായത് നിയ്യത്തിൽ അങ്ങനെയൊന്നും കരുതാതെ സാധാരണ നിസ്കരിക്കും പോലെ സ്വല്ലി ഫർള സ്വലാത്തിൽ അസ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് സാധാരണ നിസ്കരിക്കുമ്പോഴുള്ള നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇമാമിൻ്റെ പിന്നിലായിട്ട് ഒരു സഹോദരി നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചാൽ ചിലപ്പോൾ ആ നിസ്കാരം ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ആ നിസ്കാരം ബാത്തുലാവാനും കൂടി സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ? സാധാരണ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വെക്കുന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ നിസ്കരിക്കുകയാണ്. ഇമാമിനോട് കൂടി എന്ന് അല്ലെങ്കിൽ ജമാഅത്തായി എന്ന് കരുതിയിട്ടില്ല, ജമാഅത്തിൻ്റെ നിയ്യത്ത് വെച്ചിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ചില സാഹചര്യങ്ങളിൽ ജമാഅത്തിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? നിസ്കാരം തന്നെ ബാത്തുലായി പോകും. അതെങ്ങനെയാ? ഞാനൊരു ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനോട് ഒന്നിച്ച് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളല്പം വൈകിയാണ് വരുന്നത്. അങ്ങനെ മസ്ബൂക്കായിട്ട് പിന്തുടരുമ്പോൾ അല്പം വൈകി തുടരുകയാണെങ്കിൽ നമുക്ക് ഫാത്തിഹ മുഴുവനും ഓതാൻ സമയം കിട്ടിയില്ല. നമ്മൾ വന്നപ്പോൾ ഫാത്തിഹയുടെ അവസാന ഭാഗമാണ്, വേഗം തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. നമ്മൾ എന്ത് ചെയ്തു? നിസ്കാരത്തിലേക്ക് കടന്നു. വേഗം നമ്മൾ ഫാത്തിഹ ഓതാൻ തുടങ്ങി. പക്ഷേ ഫാത്തിഹ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നിടത്ത് നമ്മുടെ ഫാത്തിഹ എത്തിയപ്പോൾ ഇമാം എന്തായി? റുകൂഇലേക്കൊന്ന് പോയി. അപ്പോൾ സാധാരണഗതിയിൽ ജമാഅത്ത് നിസ്കാരമാണെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫാത്തിഹ എത്തിയിടത്ത് നിർത്തി ഇമാമിനെ തുടർന്ന് റുകൂഇലേക്ക് നമ്മൾ പോയാൽ മതി.
ആ റുക്കൂഇൽ ഇമാമിനോട് ഒപ്പം നമുക്ക് തുമഅനീനത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അടങ്ങി താമസിക്കാനുള്ള ഒരു മിനിമം സമയം ഈ റുക്കൂഇൽ ഇമാമിനോട് ഒന്നിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാത്തിഹ പൂർണ്ണമായിട്ട്, ഫാത്തിഹ ഫർളാണ്, എന്നാൽ പോലും അത് പൂർണ്ണമായിട്ടില്ലെങ്കിലും ആ ഒരു റക്അത്തിൻ്റെ പ്രതിഫലം ആ റക്അത്ത് പൂർണ്ണമായി കിട്ടിയതായിട്ടാണ് ജമാഅത്ത് നിസ്കാരത്തിൽ കണക്കാക്കുക. ഇത് ജമാഅത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അഥവാ നമ്മുടെ ഫാത്തിഹയുടെ ബാലൻസ് ഉള്ള ഭാഗം ആര് വഹിക്കും? ഇമാമ് വഹിക്കുമെന്നാണ് മസ്അല. അതിനിപ്പം വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ എത്തിയപ്പോഴേക്ക് റുക്കൂഇൽ പോയാലും, ഇനി ഫാത്തിഹ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഓതാൻ കഴിഞ്ഞില്ല, നമ്മൾ ജമാഅത്തിന് വരുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാം റുക്കൂഇലേക്ക് അങ്ങ് പോയി, നമ്മൾ കൂടെ റുക്കൂഇലേക്ക് അങ്ങ് പോയാൽ മതി. റുക്കൂഇൽ ഇമാമിനോട് ഒന്നിച്ച് നമുക്ക് തുമഅനീനത്ത്, അടങ്ങി താമസിക്കൽ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ റക്അത്ത് കിട്ടിയതായിട്ടാണ് പരിഗണിക്കുക. ഫാത്തിഹ തീരെ ഓതിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പിന്നീട് റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല. നമ്മുടെ ആ റക്അത്ത് നമുക്ക് ലഭ്യമായതായിട്ടാണ് കണക്കാക്കുക. പക്ഷെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ വിഷയമുള്ളത്. എന്ത്? നമ്മൾ ഇമാമിനോട് കൂടെ എന്ന് കരുതാതെ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്ന ജമാഅത്തിൻ്റെ നിയ്യത്ത് കരുതാതെ, മഅൽ ഇമാമി എന്ന് കരുതാതെ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഇമാമ് നമ്മുടെ ഫാത്തിഹ തീരുന്നതിൻ്റെ മുമ്പ് റുക്കൂഇലേക്ക് അങ്ങ് പോയി, നമ്മളും റുക്കൂഇലേക്ക് പോയാൽ നമുക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല, ഫാത്തിഹ മുഴുവനാക്കാതെ അല്ലെങ്കിൽ ഫാത്തിഹ ലഭിക്കാതെ റുക്കൂഇലേക്ക് പോയ കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യും? നിസ്കാരം തന്നെ ബാത്തിലായി, നിസ്കാരം തന്നെ അങ്ങ് ബാത്തിലായി പോകും. ഇനിയിപ്പോൾ ആ റക്അത്ത് കിട്ടിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, റക്അത്ത് പിന്നെ ലാസ്റ്റ് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതിയല്ലോ എന്നല്ല, നിസ്കാരം അങ്ങോട്ട് ബാത്തിലായി പോകും. ഇതൊരു രീതിയാണ്. ഇനി വേറെ ഒരു സന്ദർഭമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നമ്മൾ ഇമാമിനോട് കൂടെയാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമാമിനെ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റുക്കൂഇൽ കിടക്കുകയാണ്, റുക്കൂഇൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി പറഞ്ഞ് സുജൂദിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഇമാമിനോട് കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇമാമിനെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെങ്കിൽ, നേരത്തെ നമ്മൾ ജമാഅത്തിൻ്റെ നിയ്യത്ത് കരുതിയിട്ടില്ല, ഇമാമിനോട് കൂടെ ഒന്നും കരുതിയിട്ടില്ല, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഇമാമിൻ്റെ കൂടെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കാത്തു നിൽക്കുന്ന, ഇമാമിന് വേണ്ടി വൈകുന്ന, ഇമാമിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായാലും നമ്മുടെ നിസ്കാരം എന്താകും? ബാത്തിലായി പോകും. അപ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്നുകൂടി നിയ്യത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അതുമാത്രമല്ല, എന്തായാലും നിസ്കാരത്തിന് ജമാഅത്തിൻ്റെ പ്രതിഫലം ഒട്ട് നമുക്ക് ലഭിക്കുകയും ഇല്ല. അതുകൊണ്ട് നിയ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, നിയ്യത്തുകളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ജമാഅത്തായിട്ട് നമ്മളിങ്ങനെ ഇമാമിൻ്റെ ബേക്കിൽ ഇങ്ങനെ ആടിയാൽ പോരാ, മറിച്ച് എന്ത് വേണം? ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന്, ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന്, മഅൽ ഇമാമി എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്തിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തണമെന്നർത്ഥം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ജമാഅത്ത് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. ഇനി അവിടെ വേറൊരു ചോദ്യമുണ്ട്. എന്താ? ഇമാമായി നിൽക്കുകയാണ് ഒരാൾ, ഒരു സഹോദരി ഇമാമായിട്ട് നിൽക്കുക, ബാക്കിയുള്ള സഹോദരികൾ മഅ്മൂമായി നിൽക്കുക. ആണും പെണ്ണും ഉള്ളിടത്ത് മാത്രമല്ലേ പെണ്ണിന് ഇമാമിക്കാൻ പാടില്ലാത്തതുള്ളൂ. ഇത് പെണ്ണുങ്ങൾ മാത്രമുള്ള, സ്ത്രീകൾ മാത്രമുള്ള ജമാഅത്താണ്. വീട്ടിലെ കുടുംബക്കാരായ സ്ത്രീകളല്ല, ഇളച്ചി, മുത്തച്ചി, ഇത്താത്ത, ഉമ്മ, അമ്മായിമ്മ, ഇങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു ജമാഅത്താണ് ആ ജമാഅത്ത്. അല്ലെങ്കിൽ ഏട്ടത്തി അനിയത്തി മാത്രമുള്ള ഒരു ജമാഅത്ത്. എങ്ങനെ ആയിരുന്നാലും സ്ത്രീകൾ മാത്രമുള്ള ജമാഅത്തിൽ സ്ത്രീകളാണല്ലോ ഇമാമ് നിൽക്കുക. അങ്ങനെ ഇമാമ് നിൽക്കുന്ന സഹോദരി എന്ത് ചെയ്യണം? ഞാൻ ഇമാമായാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇമാമായാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതണം. അങ്ങനെ കരുതിയിട്ടില്ലെങ്കിലോ, നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം ബാത്തിലാകുന്ന സാഹചര്യമൊന്നുമില്ല, ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല, മഅ്മൂമികളുടെ നിസ്കാരത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. പക്ഷേ ഇമാമായി നിൽക്കുന്ന ആൾക്ക് എന്ത് കിട്ടൂല? ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് വെറുതെ ആയിപ്പോകും. മഅ്മൂമിങ്ങൾക്ക് കിട്ടും കേട്ടോ,
നിങ്ങൾ ഞങ്ങൾ മഴവുമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതിയത് കൊണ്ട് ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു കരുതിയത് ഓൽക്ക് കിട്ടും. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ഇമാമിന് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തിന് ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. ജമാഅത്തിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കൂടി കരുതണം. അപ്പോൾ അവസാനം എന്ത് ചെയ്യണം? ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ആഡ് ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യാൻ ചെയ്യുള്ളൂ? ഇമാമായി നിൽക്കുന്ന ആളുകൾക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്നും മഅ്മൂമീങ്ങൾ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്നും നിയ്യത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ജമാഅത്ത് നിസ്കാരം നിർവഹിക്കാനെന്നർത്ഥം. അങ്ങനെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. അപ്പോൾ ഭർത്താവാണ് ഇമാം, ഭാര്യ മഅ്മൂമാണ്, അല്ലെങ്കിൽ മകൻ ഇമാമാണ്, ഉമ്മയും ബാക്കിയുള്ളവരും മഅ്മൂമീങ്ങളാണ്. ഇങ്ങനെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ജമാഅത്തായി നിസ്കരിക്കുന്നതെങ്കിൽ ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ ഇമാമായി നിൽക്കുന്ന പുരുഷൻ്റെ നേരെ പിന്നിൽ ഒരു സൊഫിനേക്കാളും അല്പം അകലത്തിലാണ് സ്ത്രീ നിൽക്കേണ്ടത്. പുരുഷന്മാർ മാത്രമാകുമ്പോൾ മുന്നിൽ ഇമാമും അതിൻ്റെ നേരെ പിന്നിൽ ഒരു സൊഫിൻ്റെ അകലം വിട്ടുകൊണ്ട്, അഥവാ സുജൂദ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലം, ഗ്യാപ്പ് വിട്ടുകൊണ്ടാണല്ലോ മഅ്മൂമികൾ നിൽക്കേണ്ടത്. എന്നാൽ പുരുഷൻ ഇമാമും സ്ത്രീ മഅ്മൂമുമാണെങ്കിൽ പുരുഷന്മാരെവിടെ നിൽക്കണം? സ്ത്രീകൾ എവിടെ നിൽക്കണം? പുരുഷൻ്റെ പിന്നിൽ ഒരു സൊഫിനേക്കാളും അല്പം കൂടുതൽ അകലത്തിലാണ് നിൽക്കേണ്ടത്. നമ്മൾ ചെറിയ റൂമിലൊക്കെ ജമാഅത്ത് നടക്കുമ്പോൾ സാധാരണഗതിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നിസ്കരിക്കുന്നവർക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ റൂമാണ്. നിസ്കരിക്കാൻ വേണ്ടി വിശാലമായ റൂമുകളും സൗകര്യങ്ങളൊക്കെ വളരെ അത്യപൂർവമാണ്. ഇനി വലിയ വീടുണ്ടാക്കിയാലും നിസ്കാരമുറി ചെറുതായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പുതിയ കാലത്ത് നിസ്കാരമുറികളൊക്കെ സജ്ജീകരിച്ചു കൊണ്ടാണ് നമ്മുടെ വീടുകൾ എന്ത് ചെയ്യുന്നത്, പുതിയതായി ഉണ്ടാക്കപ്പെടുന്നത് എന്നതൊരു സന്തോഷം തന്നെയാണ്. മറ്റേതെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ 3-4 ബാത്റൂം ഉണ്ടാവും, അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു ഹാൾ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു അടുക്കള ഉണ്ടാവും, അടുക്കളൻ്റെ അപ്പുറത്തൊരു ഹാൾ വേറെ ഉണ്ടാവും, പിന്നെ ഒരു വറകേരിയ വേറെ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിസ്കരിക്കാനൊരു സ്ഥലം അവിടെ ഉണ്ടാവില്ല. പല വീടുകളിലും ഉണ്ടാവും. ചെറിയ വീടുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ പിന്നെ എല്ലാം കൂടി ഒന്നും സജ്ജീകരിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ സ്ഥല സൗകര്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ വിശാലമായ വീട്, ആകെ 2 ആൾ താമസിക്കുമ്പോഴും 4-5 ബെഡ്റൂമും അത് അറ്റാച്ച്ഡ് ബെഡ്റൂമും അതിന് ഓരോന്നിനും ബാൽക്കണിയും ഇങ്ങനെയൊക്കെ സജ്ജീകരിക്കാൻ മെനക്കെടുന്നവരാണ് പുതിയ കാലത്തെ ആളുകൾ. അങ്ങനെ വരുന്നിടത്തും നിസ്കരിക്കാൻ ഒരു മുറി ഉണ്ടാവാറ് കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതേതെങ്കിലും കോണിൻ്റെ ചുവട്ടിൽ ചെറിയ ഒരു മുറിയാണ് സജ്ജീകരിക്കുക, അല്ലേ? അങ്ങനെ സജ്ജീകരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ബെഡ്റൂമിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഭർത്താവ് മുന്നിൽ നിൽക്കുമ്പോൾ ആണുങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ പുരുഷനാണ് തുടരുന്നത്. ഒരു പുരുഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ ബാപ്പയും മകനുമാണ്, അങ്ങനെയാണെങ്കിൽ ബാപ്പ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് ഒരല്പം പിന്നിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മകൻ നിൽക്കേണ്ടത്. 2 പുരുഷന്മാരാകുമ്പം ഒരു പുരുഷൻ്റെ വലതുഭാഗത്ത് ഒരല്പം പിന്നിലായിട്ട്, ചെരുപ്പടിക്കാലിൽ നിന്ന് ഒരല്പം പിന്നിലായിട്ടാണ് പുരുഷൻ നിൽക്കേണ്ടത്. ചിലയിടങ്ങളിൽ ഭാര്യയും ഭർത്താവും നിസ്കരിക്കുമ്പോഴും ഭർത്താവിൻ്റെ വലതുഭാഗത്ത് ഒരല്പം പിന്നിലായിട്ട് ഭാര്യ നിൽക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. പിന്നെ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഭാര്യ മഅ്മൂമാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മ മഅ്മൂമാണെങ്കിൽ, അല്ല മറ്റാരെങ്കിലും മഅ്മൂമാണെങ്കിൽ, പുരുഷൻ ഇമാമും സ്ത്രീ മഅ്മൂമുമാണെങ്കിൽ പുരുഷൻ്റെ നേരെ പിന്നിൽ, അല്ലാതെ ഒരാളൊറ്റക്കുള്ളെങ്കിലും അങ്ങനെ തന്നെയാണ്, വലതുഭാഗത്തല്ല നിൽക്കേണ്ടത് സ്ത്രീകൾ. പിന്നെയോ നേരെ പിന്നിൽ ഒരു സൊഫിനേക്കാളും കുറച്ച് കൂടുതൽ അകലത്തിലാണ് സ്ത്രീ നിൽക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പുരുഷന്മാർ നിൽക്കുന്നത് പോലെ അല്ല സ്ത്രീകൾ നിൽക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ മഅ്മൂമത്തായ ഭാര്യ നേരെ പിന്നിൽ ഒരല്പം അധികം ദൂരത്തിൽ, ഒരു സൊഫിനേക്കാളും കുറച്ച് ദൂരത്തിൽ നിൽക്കുകയാണ് സ്ത്രീ ചെയ്യേണ്ടത്. ഇനി വേറൊരു രീതി നോക്കാം നമുക്ക്.
ഒരു മകനുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ദാറ്റ് മീൻസ് ഭാര്യയും ഭർത്താവും മകനും കൂടിയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ നടക്കുന്ന ഒരു രീതി ഞാൻ പറയാം. വാപ്പ അതായത് ഭർത്താവ് എന്ത് ചെയ്യും? മുന്നിൽ കയറി നിൽക്കും. നേരെ ബാക്കിൽ ഒരു സൊഫിൽ ഉമ്മയും മകനും അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഉമ്മയും വല്യമ്മയും മകനും അല്ലേ, അപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സൊഫായിട്ട് ബേക്കിൽ ഇങ്ങനെ സാധാരണ നിൽക്കും പോലെ നിൽക്കും. മുന്നിൽ ഇമാമ്, എൻ്റെ നേരെ ബേക്കിൽ ആദ്യം മകൻ, എൻ്റെ പുറത്ത് ഭാര്യ, എൻ്റെ പുറത്ത് ഉമ്മ അല്ലേ? പറ്റുമോ? പറ്റില്ല. അത് പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ബാപ്പ ഇമാമ് അഥവാ ഭർത്താവ് ഇമാമ്, മകൻ പുരുഷനാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബാപ്പാൻ്റെ വലതുഭാഗത്ത് ഒരല്പം പിന്നിലായിട്ട് സാധാരണ പുരുഷന്മാർ നിൽക്കുന്നത് പോലെ നിൽക്കുക. പിന്നെ ഭാര്യ മാത്രമാണുള്ളത്. എവിടെ നിൽക്കണം? ഇടത്തെ ഭാഗത്ത് നിൽക്കണോ? അല്ല. പിന്നെയോ ആ മകൻ്റെ, ഭർത്താവിൻ്റെ അല്ല, ആ മകൻ മഅ്മൂമായ മകൻ്റെ പിന്നിൽ ഒരു സഫിനേക്കാളും അല്പം അകലത്തിൽ നിൽക്കുക. അപ്പം ബാപ്പ നിൽക്കുന്നു, വലതുഭാഗത്ത് ഒരല്പം പിന്നിലായി മകൻ നിൽക്കുന്നു, അതിൻ്റെയും ബേക്കിൽ ഒരു സഫിനേക്കാളും ഒരല്പം അകലത്തിൽ ആര് നിൽക്കണം? ഭാര്യ. പിന്നെ ആരൊക്കെ സ്ത്രീകളുണ്ടോ അവരൊക്കെ നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പം മഅ്മൂമായ ഉമ്മ മകൻ്റെ പിന്നിലാണ് നിൽക്കേണ്ടത് എന്നർത്ഥം. ഇനിയിപ്പോൾ ഞാൻ നോക്കുക, 2 ആൺമക്കളുണ്ട്, ഒരു മകളുണ്ട്. മസ്അലകളെല്ലാം നമ്മൾ പഠിക്കണമല്ലോ. ഇപ്പം എത്ര ആളായി? ഭർത്താവ് ഇമാമാണ്, 2 ആൺമക്കളുണ്ട്, ഒരു മകളുണ്ട്, ഭാര്യയുണ്ട്, അഥവാ ഈ മക്കൾ ഉമ്മയുണ്ട്. അപ്പം ഭർത്താവാണ് ഇമാം നിൽക്കുന്നത്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഏറ്റവും മുന്നിൽ ഇമാമായിട്ട് നിൽക്കുന്നു. 2 മക്കളോ? ഒരാൾ വലത്തേ ഭാഗത്ത്, ഒരാൾ ഇടത്തേ ഭാഗത്ത് നിൽക്കേണ്ടി. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മകനുള്ളപ്പം വലത്തേ ഭാഗത്ത് അല്പം പിന്നിൽ നിൽക്കണം എന്നല്ലേ. രണ്ടാമത്തെ ഒരു മകനെ കൊണ്ടിട്ട് ഇടത്തേ ഭാഗത്ത് നിൽക്കണോ? അല്ല. പിന്നെയോ സാധാരണ ജമാഅത്തിന് നിൽക്കുന്നത് പോലെ ഈ 2 ആൺമക്കൾ പിന്നിൽ ഒരു സൊഫായിട്ട് നിൽക്കണം. ഇമാമിൻ്റെ പിന്നിൽ സാധാരണ പുരുഷന്മാർ നിസ്കരിക്കുന്ന പോലെ ഒരു സൊഫായിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ 2 സ്ത്രീകളുണ്ടല്ലോ, ഒരു മകളുണ്ട്, ഭാര്യയുണ്ട് അല്ലേ? ഒരു മകളും ഭാര്യയുമുണ്ട്. പെങ്ങളായതുകൊണ്ട് ആങ്ങളാരെ എടുത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഉമ്മ ആയതുകൊണ്ട് മക്കളുടെ എടുത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെയോ പിന്നെ നിൽക്കേണ്ടത് എങ്ങനെയാണ്? ഭർത്താവ് ഇമാമ്, 2 ആൺമക്കൾ അതിൻ്റെ പിന്നിൽ ഒരു സൊഫായിട്ട് നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ ഈ ഒന്നാമത്തെ സൊഫിൻ്റെ പിന്നിൽ മറ്റൊരു സൊഫായിട്ട് ഒരല്പം ഒരു സൊഫിനേക്കാളും അല്പം അകലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മയും മകളും ഒരു സൊഫായിട്ട് നിൽക്കുക. അപ്പോൾ എത്ര സൊഫ് ഉണ്ടാവും? 2 സൊഫ് ഉണ്ടാവും. ഇമാം ഉണ്ടാവും, ബേക്കൽ ആൺകുട്ടികളുടെ അഥവാ ആൺമക്കളുടെ പുരുഷന്മാരുടെ ഒരു സൊഫ് ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ അല്പം മാറിയിട്ട് അതിൻ്റെ പിന്നിൽ ഒരു സൊഫിനേക്കാളും അല്പം അകലത്തിൽ രണ്ടാമത്തെ ഒരു സൊഫ് ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒന്നിച്ചുള്ള ജമാഅത്ത് വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ, അപ്പോൾ അതിനൊക്കെ വലുപ്പമില്ലാത്ത റൂം നമ്മൾ എന്ത് ചെയ്യുക? 2 റൂം കൂടിയിട്ട് ഒരു വാതിലുണ്ടായിക്കോട്ടെ, വഴി ഉണ്ടായാൽ മതിയല്ലോ. ആ റൂമിലേക്ക് കിടക്കാനുള്ള വഴി ഉണ്ടായാൽ മതി. അതിൻ്റെ അപ്പുറത്ത് റൂമിൽ നിൽക്കാം, ഹാളിൽ നിൽക്കാം, എവിടെയാണോ നിൽക്കാൻ സൗകര്യം അങ്ങനെ സൗകര്യമുള്ളിടത്ത് നിന്ന് ജമാഅത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ജമാഅത്ത് നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആണും പെണ്ണും ഒരു സൊഫിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവന് മഹർമകളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹം ഹറാമായവർ, ആങ്ങളെയും പെങ്ങളും അല്ലേ? ആങ്ങളെയും പെങ്ങളും മകളും ഉപ്പയും അതുപോലെ തന്നെ ബാപ്പയും മകളും ഇങ്ങനെ വിവാഹബന്ധം ഹറാമായവർ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ഒരു സൊഫിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള നിസ്കാരം ഭൂഷണമല്ല. പിന്നെന്ത് വേണം? 2ഉം 2ആയി തന്നെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ വേറെ ഒരു മസലയും കൂടി പഠിക്കാനുണ്ട്. അതെന്താ? ഇപ്പം നമ്മൾ പറഞ്ഞിടത്തൊക്കെ ഇമാം ആരായിരുന്നു? പുരുഷന്മാരായിരുന്നു അല്ലേ? പുരുഷന്മാർ സാധാരണഗതിയിൽ നിസ്കരിക്കേണ്ടത് എവിടുന്നാണ്? പള്ളിയിൽ നിന്നാണ്. അപ്പോൾ പുരുഷന്മാരൊക്കെ രാവിലെ എന്ത് ചെയ്യണം? സുബഹിക്ക് പള്ളിയിൽ പോകണം, ദുഹറിന് പള്ളിയിൽ പോകണം, അസറിന് പള്ളി, എല്ലാ നിസ്കാരങ്ങൾക്കും, മഗ്‌രിബിന് മാത്രമല്ല എല്ലാ നിസ്കാരങ്ങൾക്കും പള്ളിയിൽ പോയാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ബൈ ചാൻസിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷനോട് കൂടെ നിസ്കരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്.
സാധാരണഗതിയിൽ പുരുഷന്മാർ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനി സ്ത്രീകളാണ് ഇമാം നിൽക്കുന്നത്. അപ്പോഴോ അങ്ങനെയാണല്ലോ, അതുമാണല്ലോ നമ്മളൊന്ന് പഠിക്കുക അല്ലേ. ഉദാഹരണത്തിന് ഉമ്മയുണ്ട്, 2 മക്കളുണ്ട്, ദാറ്റ് മീൻസ് പെൺകുട്ടികൾ. അല്ലെങ്കിൽ വീട്ടിൽ സഹോദരിമാർ ഒരു 4 പേരുണ്ട്, അല്ലെങ്കിൽ 2 പേരുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീ തന്നെയാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ, സ്വഫായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ, അഥവാ ഒരു 3 ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ, സാധാരണ നമ്മൾ നിസ്കരിക്കാൻ കാണുന്നത് പോലെ, പുരുഷനായ ഇമാം നിൽക്കുന്നത് പോലെ ഒരു സ്വഫിന് മുന്നിലേക്ക് നിൽക്കാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ഈ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഒരല്പം മാത്രം മുന്നോട്ട് കയറിയിട്ട് ഒരു ചവിട്ടടിക്ക് പാദം അല്ലേ, ഒരു ചവിട്ടടി മുന്നോട്ട്, ഒരു പാദം വെക്കുന്ന സ്ഥലം മുന്നോട്ട് കയറിയിട്ട് നടുവിലായിട്ടാണ് ഇമാമ് നിൽക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്ത് എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ മൈൻഡിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. അതെന്താ? മുന്നിൽ ഇമാമും കുറേ ബേക്കിൽ മുമ്മികൾ നിൽക്കുന്ന രീതിയാണ്. അങ്ങനെയല്ല സ്ത്രീകളുടെ ജമാഅത്തിൽ. സ്ത്രീയാണ് ഇമാമെങ്കിൽ ചെയ്യേണ്ടത്. പിന്നെയോ സ്വഫായി നിൽക്കുന്ന സ്ത്രീകളുടെ നടുവിൽ ഒരല്പം മാത്രം മുന്നോട്ട് കയറി സ്ത്രീയായ ഇമാമ് നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. അവിടെ ഒരു സ്വഫിൻ്റെ അകലം ഇമാമും മഅ്മൂമീങ്ങളും തമ്മിൽ പാലിക്കേണ്ടതില്ല. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിച്ചത്. നേരത്തെ പറഞ്ഞു 27 ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ 1-2 ആളുകൾ സ്ത്രീകളായി തന്നെ ഉണ്ടാകാം. ഇനി ഇൻ കേസ് പള്ളിയിൽ പോകാതെ ഭാര്യയും ഭർത്താവും പള്ളിയിൽ പോകാനുള്ള സാഹചര്യമില്ല, ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റിയില്ല, എന്നാൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തേണ്ട. വീട്ടിൽ നിന്ന് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ ഉപ്പക്കും മക്കൾക്കും ജമാഅത്തായിട്ട് നിസ്കരിക്കാം. എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജമാഅത്താക്കണം. ജമാഅത്തിന് സമയം നിശ്ചയിക്കണം. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലാണെങ്കിലും പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി, സ്ത്രീകൾ തന്നെ ഉമ്മയും മകളും അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും ഒക്കെ 2 ആളെങ്കിലും മിനിമം വീട്ടിലുണ്ടെങ്കിൽ അവരും ജമാഅത്തായി സമയബന്ധിതമായി ജമാഅത്തായി തന്നെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ കുറവുള്ള ഒരു ശീലമാണ് അത്. ഞാൻ വീണ്ടും അത് പറയാൻ കാരണം, നാളെ നമ്മളൊക്കെ മഹ്ശറിൽ ചെല്ലും. മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്മ തിന്മകളെല്ലാം അവിടെ വെച്ച് എന്ത് ചെയ്യും? അളന്ന് കണക്കാക്കപ്പെടും, തൂക്കി കണക്കാക്കപ്പെടും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരണുവിൻ്റെ അളവ് അല്ലേ, വളരെ മൈന്യൂട്ടാണ് അളവ്. ഒരണുവിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ, അണുവെന്ന് പറയുന്നത് മൈക്രോ ആണ്. സൂക്ഷ്മമാപിനികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം, മൈക്രോസ്കോപ്പുകളിലൂടെ മാത്രം കാണാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ കൊറോണ വൈറസുകളുണ്ട് അല്ലേ, അണുവാണ്, കൊറോണയുടെ അണുവാണ്. ആ കൊറോണയുടെ അണു നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ടോ എന്നറിയാൻ കുറച്ച് വലുതായിരുന്നെങ്കിൽ എൻ്റെ മേത്തതട കൊറോണ ഉണ്ട്, മാറ്റിക്കാം, കയ്യേക്കാൻ പോയിട്ട് ഞാൻ എന്നെ തൊടൂല എന്ന് പറയായിരുന്നു. കാണാൻ പറ്റുന്നില്ലല്ലോ. സ്പർശനത്തിലൂടെയൊക്കെ എന്ത് ചെയ്യണം? നിശ്വാസവായിലൂടെയൊക്കെ കൊറോണ പകർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും കുടുംബത്തെയും നാടിനെ മുഴുവനും അത്തരം ഷർറുകളിൽ നിന്ന്, മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് അത്ര ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അണു എന്ന് പറയാം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് അത്രയും സൂക്ഷ്മമായ ഒരു അണുവിൻ്റെ അളവെങ്കിലും നന്മ ഒരാൾ ചെയ്താൽ യറഹു, നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അതവന് അനുഭവിക്കാം. യറഹു, അതവിടെ കാണാമെന്ന് പറഞ്ഞാൽ അതത്ര സിമ്പിളായതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ബസ്സിൽ കയറി, ഇന്നലെ ഞാൻ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് വരുമ്പോൾ 49 രൂപയാണ് ബസ് ഫെയർ. ടിക്കറ്റിൽ 49 രൂപയാണ്. 50 രൂപ കൊടുത്തു, 1 രൂപ തിരിച്ച് തന്നില്ല. ഞാൻ ചോദിക്കാൻ പോയോ? പഴയ കാലത്താണെങ്കിൽ 1 രൂപയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. ഇപ്പം നമ്മൾ 50 രൂപ കൊടുത്ത് 1 രൂപ അത് ചോദിച്ചാൽ നമ്മളൊരു മോശക്കാരൻ അവർ വിചാരിച്ച് ചോദിച്ചില്ല. ആ 1 രൂപ എന്ത് ചെയ്യും? കാരണം 1 രൂപ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലും ഉണ്ടാവില്ല, കണ്ടക്ടറുടെ കയ്യിൽ സാധനം വേണ്ടേ? 1 രൂപ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും? ഇല്ല. അപ്പോൾ 10-50 ആളുകൾ മഞ്ചേരിയിലേക്ക് വണ്ടി കയറുമ്പോൾ എന്ത് ചെയ്യും?
ഓരോരുത്തർക്കും ഓരോ രൂപ എടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് അതാരും മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ പാരത്രിക ലോകത്ത് അങ്ങനെയല്ല. അവിടെ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ നന്മയും തിന്മയും ഒക്കെ തൂക്കുന്നിടത്ത് അണുവിൻ്റെ തൂക്കം പോലും വളരെ വലിയ തൂക്കമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരത്തിൽ മാക്സിമം ജമാഅത്താക്കാൻ കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിന് 27 നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അവിടെ ചെന്ന് വിരൽ കടിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്ര നന്മകൾ, ജമാഅത്തായ നിസ്കാരങ്ങൾ, കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിച്ച് കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ, കൂടുതൽ കൂടുതൽ നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.